ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് ലൗഡാണ് കേട്ടോ വ്ളോഗ്. കാരണം നമ്മുടെ വിഷുവിന്റെ പരിപാടീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്നതാണ് വിഷുവിന്റെ സദ്യയുടെ സ്പ്രെഡ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിഷുവിന്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ പോവാണ്ടോ. അപ്പൊ എല്ലാരും ഇപ്പൊ വീട്ടിൽ വന്നു തുടങ്ങി. ഇപ്പൊ സമയം ഉച്ചമുക്കാലൊക്കെ ആയിട്ടുണ്ടാവും. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം 6 മണി മുതലാണ് കേട്ടോ. ഈ പ്രാവശ്യം എൻ്റെ കാലിന് ചെറിയൊരു പണി കിട്ടിയതുകൊണ്ട് വിഷുവിന്റെ സദ്യ പോട്ട്ലക്കാണ് കേട്ടോ. ഈ പ്രാവശ്യം പോട്ട്ലക്ക് ആയതുകൊണ്ട് തന്നെ നോൺ വെജ് ആണ് കൂടുതലും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അകത്ത് ബൾബ് ഇടണോന്നാണ് ഞാൻ പറയണത്. വിഷുക്കണിയില് ബൾബ് ഇടുന്ന ആദ്യത്തെ വ്യക്തി. ഇത് ആക്ച്വലി വിഷുക്കണി കൃഷ്ണൻ ഇല്ലാണ്ട് സ്വന്തമായിട്ട് കാണാൻ പറ്റുന്ന കണിയാണ്. കൃഷ്ണനെ മെയിൻ വിഷുവിന്റെ അന്നേ വെക്കുന്നുള്ളൂ. ഞാനിപ്പോ കൃഷ്ണനെയൊക്കെ വെച്ച് കണി ഒരുക്കാത്തതിന്റെ മെയിൻ റീസൺ നോൺ വെജ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. മെയിൻ വിഷുവിനാണ് ഞാൻ നന്നായിട്ട് കണി ഒരുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ ഏകദേശം 5:30 ആയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സുമി റെഡി ആവുന്നു, ബങ്കി സ്പാമും റെഡി ആവുന്നു. ഇതിനിടക്ക് ഓരോ ഫാമിലീസ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിഷുവിന് വേണ്ടി. ഹായ് ഗൗരി, 2 മണിക്കൂറായി സാരി മാത്രം എടുക്കുന്നു. 2 മണിക്കൂർ കൂടുതലായി. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഒക്കെ എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ കാലിന് ചെറുതായിട്ടൊരു പണിയിട്ടിരിക്കുവാണ്. ഞാൻ വെറുതെ നിന്നതാണെന്ന് ട്വിസ്റ്റായി. അങ്ങനെ ചെറുതായിട്ട് ആങ്കിളിൽ ലിഗമെന്റ് ടയർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം പോട്ട്ലക്ക് ആക്കിയത്. മോസ്റ്റ്ലി ഞാൻ എല്ലാ കൊല്ലവും ഒറ്റക്കാണ്ടോ സദ്യ ഉണ്ടാക്കുന്നത്. ഹെൽപ്പിന് എൻ്റെ കസിൻസും ഫാമിലിയും എല്ലാവരും ഉണ്ടാവാറുണ്ട്. പക്ഷേ കുക്കിംഗ് അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് അത്രയും നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പോട്ട്ലക്കിലോട്ട് ആയത്. നമ്മുടെ വിഷു പരിപാടീസ് ഒക്കെ ഓൺ ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ എന്റെ ബാക്കിൽ കാണുന്നത് ഇന്നത്തെ വിഷുവിന്റെ സ്പ്രെഡാണ് കേട്ടോ. കാണിക്ക് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്ന കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം ഉണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ വിഷു സ്പെഷ്യൽ സ്പ്രെഡ്സ് ആണ് കേട്ടോ. ഇത് മീൻ കറിയാണ്, ഇത് ക്യാബേജ് തോരൻ, ഇത് നാരങ്ങാച്ചാറ്, അല്ലെങ്കിൽ ഇപ്പുറത്തെ നാരങ്ങാച്ചാറ്, ഇത് മാങ്ങാച്ചാറ്, ഇത് നമ്മുടെ സാമ്പാർ, ഇത് ഇഞ്ചി തൈര്, ഇത് 2 അവിയല്, ഇത് ചിക്കൻ ഫ്രൈ, ഇത് 3 മട്ടൺ കറിയാണ് കേട്ടോ. അതുപോലെ ഇത് ബീട്രൂട്ട് പച്ചടി, ഇത് ചിക്കൻ റോസ്റ്റ്, അതുപോലെ ഇത് 2 പോർക്കാണ് കേട്ടോ. അതുപോലെ ഇത് ചിക്കൻ ഫ്രൈ, പിന്നെ ഇത് 2 ബീഫാണ്, നമ്മുടെ ഉണ്ണിയപ്പം സ്പെഷ്യൽ, പിന്നെ ഇത് പ്രോൺസ് തവ, അതുപോലെ ഇത് ചിക്കൻ റോസ്റ്റ്. പിന്നെ ഇപ്പുറത്തോട്ടുണ്ട്, പിന്നെ ഇപ്പുറത്ത് പായസം ഉണ്ട്, അതുപോലെ ചോറ്, പരിപ്പ്, ചിക്കൻ ഫ്രൈ, അഗെയിൻ ചോറ്. ഇനിയിപ്പോൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് നമ്മൾ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് കൊളംകരയുടെ വേറൊരു വേർഷനാണ്. ചക്ക മാങ്ങ തേങ്ങ ഗെയിമാണ്. ചക്ക മാങ്ങ തേങ്ങ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ട് ചക്ക എന്ന് പറയുമ്പോൾ ചക്കയുടെ സൈഡിലോട്ട് ചാടണം, മാങ്ങ എന്ന് പറയുമ്പോൾ അങ്ങനെ. കൊളംകര ആ സെയിം സിമിലർ ഗെയിമാണ്. ഇനിയാണ് മെയിൻ ടാസ്ക് വരുന്നത്. എല്ലാവരെയും ഒരുമിച്ച് ഹോളിലോട്ട് കൊണ്ടുവരണം. പലരും പല സൈഡിലായിട്ട് നിൽക്കുവാണ്. ചിലർ ബാൽക്കണിയിലുണ്ട്, റൂമിലുണ്ട്, ഹോളിലുണ്ട്, കിച്ചണിലുണ്ട്. അപ്പം എല്ലാവരെയും ഒന്ന് ഹോളിലോട്ട് കൊണ്ടുവരുന്ന ചടങ്ങാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ടോ നിന്നൊക്കെ നമ്മുടെ ഗെയിം പ്ലാൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു ചെറിയ റീലും കൂടെ തട്ടിക്കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റീലിന് ആപ്റ്റായത് കിച്ചൺ തന്നെയാണെന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഇനി എല്ലാവരെയും പൊസിഷനിൽ നിർത്തേണ്ട ചടങ്ങാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറ്റില്ല. റോളിംഗ് നല്ലൊരു മിനിറ്റ്. അതാരാ കൺട്രോൾ ചെയ്യുന്നത്?
ഹലോ ഗൈസ്, കിച്ചണിലാണ്. ഇതാണ് പഴയ ചിക്കൻ ഫ്രൈ നമ്മുടെ ഇരിക്കുന്നത്. നമുക്ക് വേണ്ടിയുള്ള ചോറാണ് ഇത്. കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എക്സ്ട്രാ ചോറാണല്ലോ കൊണ്ടുവരാറ്. ഇത് കണ്ടോ, നിറയെ നിറയെ അവിയലുകൾ, ഒരുപാട് പച്ചടികൾ. അതെ അതെ അതെ, പാവങ്ങൾക്ക് വേണ്ടി ഞാനിതാ ചിക്കൻ ചോറ്, മട്ടൻ, ലിവിൻ ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് ഇതെല്ലാം. ഞാനല്ല, എന്റെ ഭാര്യ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിനകത്ത് വെറുതെ എക്സാക്ട്ലി അതെ. അല്ലല്ല, എടുത്തു പറയേണ്ടത് പായസം ഐറ്റംസ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. റീലൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒരു സമയമായിട്ടോ. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നാട്ടിൽ നിന്ന് സദ്യക്ക് വേണ്ടി 2 പായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ എല്ലാവർക്കും സദ്യ വിളമ്പാറ് കേട്ടോ, എല്ലാ വിഷുവിനും ഓണത്തിനും ഒക്കെ. അപ്പൊ ഒരു പന്തി ഇരുന്ന് എണീറ്റു. ഇതിപ്പോ 2ാമത്തെ പന്തിയാണ്ടോ വിളമ്പിയേക്കുന്നേ. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ചക്ക മാങ്ങ തേങ്ങ ആ ഗെയിമൊക്കെ ഇതിന്റെ പുറകെ തന്നെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിഷുവിന്റെ ഗെയിമിംഗ് പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചക്ക മാങ്ങ തേങ്ങ. ചക്ക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചാടണം, മാങ്ങ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, പിന്നെ തേങ്ങ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. ഇപ്പൊ എല്ലാരും റെഡി ആയിട്ടിരിക്കുവാണ്. അത് നിങ്ങൾ ആരെങ്കിലും പറയോ? ആ ബീറൊന്ന് മാറ്റൂ. അങ്ങനെ ഈ പ്രാവശ്യത്തെ വിഷു സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുവാണ് കേട്ടോ. എല്ലാവരുടെയും ബാറ്ററി ചെറുതായിട്ട് ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണാം. ബൈ.